കണ്ണൂരേക്ക് പോവുകയാണ്. വർഗവഞ്ചന നടത്തിയത് പാർട്ടി സെക്രട്ടറിയാണെന്നാണ് തളിപ്പറമ്പിലെ CPMന്റെ വിമത സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദൻ പറയുന്നത്. ഒരു ഘടകവും തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതാണ് ഏറ്റവും വലിയ വർഗവഞ്ചന. താൻ ഉയർത്തിയ ആശയത്തിനൊപ്പമാണ് CPIM പ്രവർത്തകരും അനുഭാവികളും. 3 തവണ MLA ആയി 4ാം തവണ തന്റെ സഹധർമ്മിണിയെ MLA ആക്കണമെന്ന തീരുമാനത്തെയാണ് എതിർത്തതെന്നും ഗോവിന്ദൻ ന്യൂസ് 8നോട് പറഞ്ഞു. ടി.കെ. ഗോവിന്ദൻ മാഷ് തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. മാഷെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരിക്കുന്നു. എങ്ങനെയുണ്ട് ആളുകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ജനങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉയർത്തിയ ആശയത്തോടൊപ്പമാണ് CPMന്റെ അനുഭാവികളും അണികളും ഇന്ന് നിൽക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പാർട്ടി വലിയ തോതിൽ വിമർശിച്ചിരുന്നു. വർഗവഞ്ചകൻ എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് വർഗവഞ്ചന എന്ന് പറയുന്നത് എന്താ? വർഗവഞ്ചന എന്ന് പറയുന്നത് സ്വന്തം വർഗത്തെ വഞ്ചിക്കുക. ആരാണ് വർഗവഞ്ചന നടത്തിയത്? ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകവും തീരുമാനിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതാണ് ഏറ്റവും വലിയ വർഗവഞ്ചന. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണിച്ച വഞ്ചനയാണ് വർഗവഞ്ചന എന്ന് പറയുക. ഒരു ഘടകവും തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതിലൂടെ MV ഗോവിന്ദൻ മാസ്റ്ററാണ് വർഗവഞ്ചന കാണിച്ചിട്ടുള്ളത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ടി.കെ. ശ്യാമള പറയുന്നത്, അതായത് ഒരു വനിതാ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പറയുന്നതാണ് ഈ ഒരു നേതാവിൻ്റെ ഭാര്യ എന്നത് ഒരു അങ്ങനെ പറയാൻ പറ്റുന്നു. ഒരു നേതാവിൻ്റെ ഭാര്യയ്ക്ക് മത്സരിച്ചുകൂടാന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതല്ല വിഷയം. ഞങ്ങളെ പാർട്ടിയിൽ 2 തവണ MLA ആയാൽ 3ാം തവണ പാടില്ലെന്നാണ്. എന്നാൽ ഇദ്ദേഹം 3ാം തവണയായി 4ാം തവണ എൻ്റെ ഭാര്യ ആവണം. ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാനിതിനെ എതിർക്കുമ്പോൾ അവർ പറയുന്നത് ഞാനെന്തോ വലിയ പാർലമെൻ്ററി വ്യാമോഹിയാണ്. 3 തവണ MLA ആയ അദ്ദേഹം 4ാം തവണ തൻ്റെ സഹധർമ്മിനായിരിക്കണം എന്ന് പറയുന്നതല്ല പാർലമെൻറ്റ് വ്യാമോഹം. അതിനെതിർക്കുന്നതാണ് പാർലമെൻറ്റ് വ്യാമോഹം എന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടി ഓഫീസിലാണ്. എത്രത്തോളം ഉണ്ട്? തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെല്ലാം വളരെ സജീവമായി എൻ്റെ പറയുന്നുണ്ട്. എൻ്റെ പിന്നിൽ അവരുടെ പിന്തുണ ആണ് നമുക്കുള്ള. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് UDF ആണ് പിന്തുണ നൽകുന്നത്. UDFന് 2 പ്രബല കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ ശക്തമായിട്ട് എനിക്ക് ആവേശകരമായി പിന്തുണ നൽകുന്നുണ്ട്. ഇടതുമുന്നണിക്ക് നല്ല അടിത്തറയുള്ള സ്ഥലമാണ്. പക്ഷേ അതുപോലെ ഗോവിന്ദൻ മാഷ്ക്കും നല്ല തോതിൽ ആളുകളായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിക്കുക, ഏത് തരത്തിലാണ്? ഇടതുമുന്നണിക്ക് അടിത്തറയുള്ളത് തന്നെയാണിത്. പക്ഷേ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. ഇവിടെ സുധാകരൻ മത്സരിച്ച ഘട്ടത്തിൽ 8000 വോട്ട് സുധാകരന് കൂടുതലാണ്. ഇടതുമുന്നണിയുടെ ആളുകൾ വോട്ട് കൊടുക്കാതെ സുധാകരൻ അത്രയും വോട്ട് ലഭിക്കില്ലല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.